നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം നമ്മൾ തുറക്കുന്നേരം ആദ്യം എന്താ കാണുക? തുറന്നു നോക്കുക. തുറന്നാൽ ഏറ്റവും മേലെ കാണാം കുറേ വട്ടക്കണ്ണിയിൽ ഇങ്ങനെ ഓരോരുത്തരെ ഫോട്ടോ കാണാം. ഇതൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ഇടുന്ന സ്റ്റോറികളാണ്. ഈ സ്റ്റോറികൾ ചിലർ സ്റ്റോറികളിട്ട് അങ്ങ് വെറുപ്പിച്ച് കളയപ്പെടാം. നമുക്ക് ഈ സ്റ്റോറികൾ ഹൈഡ് ചെയ്യാം. ഒരു വ്യക്തിൻ്റെ മാത്രമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. എങ്ങനെ ഇത് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തത് എങ്ങനെ അൺഹൈഡ് ചെയ്യാം, അതാണ് വീഡിയോ. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം, ഞാൻ ഈ ടച്ച് ചെയ്യുന്ന ഈ പെന്നില്ലേ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിരിക്കുക. അടിപൊളി സാധനമാണ്. 6 യൂസാണ് ഇതിനെക്കൊണ്ട്. ഏത് ഫോണിലും ടച്ച് പെന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അത് അവിടെ നിന്ന് കാണാം. നമുക്ക് ആദ്യം ഒരാളെ മാത്രം എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇതേതാണെന്നറിയില്ല, ഒരു പ്രൊഫൈലൂടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ 3 ഡോട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് സ്റ്റോറി എന്ന് താഴെ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് കൊടുക്കുക. ആ ഫ്രണ്ടിൻ്റെ സ്റ്റോറി പിന്നെ നമുക്ക് വരികയില്ല, അതവിടെ ഹൈഡാവും. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ താഴെ നമ്മളെ പ്രൊഫൈൽ അയക്കുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. മേലെ 3 വര കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റോറി എന്ന് പറയുകയാണ്, സ്റ്റോറി എടുക്കുക. സ്റ്റോറി എടുത്താൽ ഇവിടെ മേലെ കാണാം ഹൈഡ് സ്റ്റോറി ഫ്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 7 ആളെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്മളെ ഫോളോവേഴ്സ് കംപ്ലീറ്റ് വരും. അതിൽ ഏതൊക്കെയാണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത്, സ്റ്റോറി ഇട്ട് വെറുപ്പിക്കുന്ന ചങ്ങായിമാരൊക്കെ നമുക്ക് അങ്ങ് ഹൈഡ് ചെയ്ത് കളയാം. വേണ്ടത് ഇങ്ങനെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് വരിക. ടിക്ക് ചെയ്താൽ ഹൈഡ് ആവും. ഇവിടെ 9 ആളെ ഞാനിപ്പോൾ ഹൈഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരൊന്നും സ്റ്റോറി പിന്നെ നമുക്ക് കാണുകയില്ല. മേലെ ഇവരൊന്നും വട്ടക്കണ്ണിയും പ്രൊഫൈലും ഒന്നും കാണുകയില്ല. ഇനി ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അൺഹൈഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സ്റ്റോറി എടുക്കുക. നേരത്തെ പോയ അതേ സ്റ്റെപ്പ് സ്റ്റോറി എടുത്തിട്ട് ഹൈഡ് സ്റ്റോറി ഫ്രം എടുക്കുക. നമ്മൾ ഹൈഡ് ചെയ്തൊക്കെ ടിക്ക് ചെയ്തൊക്കെ അൺടിക്ക് ചെയ്യുക. ആ ടിക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നോർമലായി. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് വെറുപ്പിക്കുന്ന പോലെ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്യുക. അതുപോലെ മേലാ വട്ടക്കണ്ണി വേണ്ടാന്നുണ്ടെങ്കിലും ഹൈഡ് ചെയ്യുക. അടിപൊളി പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.